ഹായ് ഫ്രണ്ട്സ്, സി സിസ്റ്റിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വിൻഡോസ് എങ്ങനെയാണ് ഒറാക്കിൾ വിർച്വൽ ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിന് ആയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് വിൻഡോസ് 11 ആണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഒറാക്കിളിൻ്റെ വേർഷൻ എന്ന് പറയുന്നത് 7.1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ വിർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വിർച്വൽ ബോക്സ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വിർച്വൽ ബോക്സ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ന്യൂ ടാബ് ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് ജസ്റ്റ് പേര് എന്തെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ വിൻ 11 കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് തന്നെ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കലി കാണിക്കും. അപ്പോൾ ഇതിനകത്ത് എന്നിട്ട് ഇവിടെ നമ്മളുടെ ISO ഫയൽ ഇവിടെ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ നോർമൽ 6.1 വേർഷൻസ് വ്യത്യാസമുണ്ട് ഇൻസ്റ്റാളേഷനിൽ. 7.1 ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഈ ടിക്ക് ഇടുക. ശേഷം നമുക്ക് ഇവിടെയാണ് ഹാർഡ് ഡ്രൈവ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. നമുക്ക് എത്ര GB വേണമെന്നുള്ളത് നമുക്ക് അലൗട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലൊരു 100 GB ഹാർഡ് ഡിസ്ക് അലൗട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് റാം സെക്ഷൻ വരുന്നത്. ഞാൻ ഇതിനകത്തൊരു ഈ ഗ്രീൻ ലൈൻ വരെയുള്ള റാം അലൗട്ട് ചെയ്യുന്നുണ്ട്. ആൾമോസ്റ്റ് ഒരു 4 GB. അല്ല, പ്രൊസസ്സർ ഇതിനകത്ത് ഞാൻ 2 പ്രൊസസ്സർ അലൗട്ട് ചെയ്യുന്നുണ്ട്. അതിനിവിടെ ഫിനിഷ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ വിർച്വൽ ബോക്സ് 11 ഇനി ഇൻസ്റ്റാളേഷനാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ സ്റ്റാർട്ട് കൊടുക്കുക. ഇനിയുള്ള ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സാധാരണ നോർമൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് വരുന്നത്. സിസ്റ്റമിലൂടെ ഇൻസ്റ്റാളേഷൻ ലാംഗ്വേജും ടൈം കൺട്രി ഫോർമാറ്റ് എല്ലാം നോർമൽ തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഇത് കീബോർഡ് മെത്തേഡാണ്. അത് നോർമൽ തന്നെ US നമ്മൾ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ കൊടുക്കുന്നു. അതിന് ഐഗ്രി എന്നുള്ള ടിക്കറ്റ് ഇട്ടിട്ട് നെക്സ്റ്റ് അടിക്കുക. പ്രൊഡക്റ്റ് കീ ആണ് ചോദിക്കുന്നത്. നിങ്ങളിൽ പ്രൊഡക്റ്റ് കീ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് പ്രൊഡക്റ്റ് കീ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ഞാനിതിൽ സെലക്ട് ചെയ്യാൻ പോകുന്നത് വിൻഡോസ് 11 Pro ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള വേർഷൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യാം. നമ്മളിത് മൾട്ടി എഡിഷനാണ് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. വിൻഡോസിൻ്റെ സൈറ്റിൽ നിന്ന് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്ത ഫയലാണിത്, ISO. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് ലൈസൻസ് അഗ്രിമെൻ്റ് ആണ്. അത് നോർമലി അക്സെപ്റ്റ് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ അലോട്ട് ചെയ്ത 100 GB ഹാർഡ് ഡ്രൈവ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പാർട്ടീഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള 99 GB സിംഗിൾ പാർട്ടീഷനിൽ സെലക്ട് ചെയ്ത് ഇതാണ് പ്രൈമറി ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്ന് പൗസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാളേഷൻ ഫൈനലൈസ് ആയിട്ട് ഇപ്പോൾ സിസ്റ്റം ഒന്ന് റീബൂട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ്റെ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുന്നതാണ്. ഇനി റീബൂട്ടായി വരുന്നതോടുകൂടി ഇൻസ്റ്റാളേഷൻ്റെ ഫൈനൽ സെറ്റപ്പിലേക്കാണ് കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സിസ്റ്റം ഓൾമോസ്റ്റ് ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും കുറച്ച് പ്രോസസ്സിങ് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നുകൂടെ ഒന്ന് പൗസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ നമ്മളുടെ വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട് ഓണായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് ഓഫ് കോഴ്സ് യൂണിറ്റ് സ്റ്റേറ്റ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് കീബോർഡ് ലേ ഔട്ടാണ് ചോദിക്കുന്നത്. അത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് പറഞ്ഞാൽ US തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ദെൻ സ്കിപ്പ് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളുടെ എല്ലാ ഫൈനൽ അപ്ഡേറ്റ്സ് ആണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എന്തായാലും ഒരു അപ്ഡേറ്റ്സോ ഒന്നോ രണ്ടോ അപ്ഡേറ്റ്സ് കാണും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെക്ക് ചെയ്ത് അപ്ഡേറ്റ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. നമുക്ക് അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി തന്നെ അത് ഇൻസ്റ്റാൾ ആകുന്നതാണ്.
അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ ഇത് പേഴ്സണൽ അക്കൗണ്ടായിട്ടാണോ അതോ ഏതെങ്കിലും ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണോ എന്നുള്ള ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് പേഴ്സണൽ അക്കൗണ്ടായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. സോ അപ്പോൾ പേഴ്സണൽ സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ ഒരു അപ്ഡേറ്റ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ വീണ്ടും ഒന്ന് പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ അപ്ഡേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാളേഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സൈനിങ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ സൈൻ ഇൻ കൊടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതുള്ളത് സൈനിങ് ഓപ്ഷൻ ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് സൈനിങ് അക്കൗണ്ട് ഉള്ളവർക്ക് ഇതിനകത്ത് സൈനിങ് ചെയ്യാം. ഇല്ലാതെ സൈനിങ് ചെയ്യണമെങ്കിൽ ഒരു ഓപ്ഷനുണ്ട്, അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് F10 പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കമാൻഡ് പ്രോംപ്റ്റർ ഓണായി വരും. അപ്പോൾ ഇതിനകത്തൊരു കമൻറ്റ് എൻ്റർ ചെയ്യണം. OOBE/bypass NRO ഇത് എൻ്റർ ചെയ്ത്. ഓക്കെ, ഇത് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സിസ്റ്റം വീണ്ടും ഒന്ന് റിബൂട്ടാവും. ഈ റിബൂട്ടായി വരുന്ന സമയത്ത് നമ്മളുടെ ഈ വിർച്വൽ മെഷീൻ്റെ ഇൻ്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്തിരിക്കണം. അത് നമുക്ക് ഡയറക്റ്റ്ലി നമ്മളുടെ മെയിൻ OSൻ്റെ ഇൻ്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ വിർച്വൽ ബോക്സിൻ്റെ വിൻഡോസിൻ്റെ ഇൻ്റർനെറ്റ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് നോർമലി നമ്മളുടെ മെയിൻ OS ഏതാണെങ്കിലും അതിൻ്റെ വൈഫൈ ആണെങ്കിൽ വൈഫൈ, ലാൻ പോർട്ട് ആണെങ്കിൽ ലാൻ പോർട്ട് അത് ടേൺ ഓഫ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ വിർച്വൽ ബോക്സിൽ വിൻഡോസിൻ്റെ ഇൻ്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ വീണ്ടും ഫസ്റ്റ് വരുന്ന സെറ്റപ്പ് പോലുള്ള ഒരു ഓപ്ഷനിലായിട്ടായിരിക്കും ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഇൻ്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഈ വിർച്വൽ മെഷീനായ വിൻഡോസിൻ്റെ ഇൻ്റർനെറ്റാണ് ഡിസ്കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീണ്ടും ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ച് F10 അടിക്കുക.
അപ്പോൾ വീണ്ടും നമ്മളുടെ കമാൻഡ് പ്രോംപ്റ്റ് ഓണായി വരും. അപ്പോൾ അതിനകത്ത് ipconfig /release ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മളുടെ ഇൻ്റർനെറ്റിലെ IP അഡ്രസ്സ് അങ്ങ് ഡിലീറ്റ് ആയി പോവും. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ IP അഡ്രസ്സ് എല്ലാം റിലീസായി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ഐ ഡോണ്ട് ഹാവ് എ ഇൻ്റർനെറ്റ്. വീണ്ടും നമ്മളുടെ സിസ്റ്റം നെയിം എൻ്റർ ചെയ്യുക. ഓക്കെ, നേരത്തെ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പോൾ നമ്മളൊരു പാസ്വേഡ് എൻ്റർ ചെയ്യുക. കൺഫേം പാസ്വേഡ് വീണ്ടും എൻ്റർ ചെയ്യുക. ജസ്റ്റ് എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും, അത് എടുക്കുക. അക്സെപ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ വിൻഡോസ് ഇപ്പോൾ ഫൈനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സും എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയി. ഫൈനൽ ചെക്കിംഗ് സെറ്റപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് സിസ്റ്റത്തിന് ഡിസ്റ്റർബൻസ് ഒന്നും ചെയ്യാൻ പാടില്ല. സോ ഫ്രണ്ട്സ്, നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട് വിൻഡോസ് അപ്പായി